ഞാൻ പഠിച്ച സ്കൂളിൽ നിന്ന് നമ്മുടെ വണ്ടിയും നന്ദുവിന്റെ വണ്ടിയും കൂടെ കന്യാകുമാരി പോയ ട്രിപ്പിന്റെ സെക്കൻഡ് പാർട്ടാണ്. അങ്ങനെ നമ്മൾ തൃപ്പരപ്പും പത്മനാഭപുരം പാലസും നമ്മുടെ പിള്ളേർക്ക് കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ ഉച്ചയായപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി ചേട്ടനും റിജയും കൂടെ വെയിറ്റുള്ള പാത്രം എടുത്തുകൊണ്ട് ഒറ്റ ഓട്ടോ വരുന്നത്. നമ്മൾ ട്രിപ്പ് എടുത്ത സ്കൂളിൽ അനൂപ് സാറാണ് ബാഹുബലിയെ പോലെ വാട്ടർ ക്യാനും എടുത്തുകൊണ്ട് ആ വരുന്നത്. അങ്ങനെ നമ്മൾ മുട്ടിടിച്ചാമ്പാറ പള്ളിയുടെ സൈഡിൽ വെച്ച് നമ്മളെ പിള്ളേർക്ക് ബിരിയാണി ഇറച്ചിയും കൊടുത്തു. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് വയർ നിറഞ്ഞ പിള്ളേരെയും കൊണ്ട് നമ്മൾ നേരെ പോകുന്നത് കന്യാകുമാരിയിലേക്കാണ്. ചേട്ടനും റിജയും സാറുമാരും കൂടെ എനിക്ക് തരാതെ തണ്ണിമത്തം വെട്ടി വിടരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉച്ച സമയമായിരുന്നത് കൊണ്ട് തന്നെ നല്ല വെയിലുണ്ടായിരുന്നു. അത്യാവശ്യം റോഡ് നല്ല തിരക്കുണ്ടായിരുന്നെങ്കിലും ലൈലൈനെ സൗണ്ടും കേട്ട് വണ്ടി ഓടിക്കാൻ നല്ല രസമായിരുന്നു. ഏകദേശം 1.25 മണിക്കൂർ നമ്മൾ വണ്ടി ഓടിച്ചപ്പോൾ കന്യാകുമാരിയിൽ റിജു ആണെങ്കിൽ ഇതുവരെ തണ്ണിമത്തം കഴിച്ച് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ബാക്കി വന്ന തണ്ണിമത്തനം കൊണ്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ പോയപ്പോൾ ചേട്ടൻ പിള്ളേരെയും കൊണ്ട് ബോട്ടിങ്ങിലേക്കാണ് പോയത്. നന്ദുവിന്റെ സീക്കയും കൊണ്ട് അനുവനം പറന്നു പോകുന്ന കാഴ്ചയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തപ്പോൾ കണ്ടത്. അങ്ങനെ രണ്ട് വണ്ടികളും പാർക്കിങ്ങിൽ ഇട്ടിട്ട് റിജോ എന്നെയും വിളിച്ചുകൊണ്ട് പോയത് ഒരു അമ്മച്ചിയുടെ അടുത്ത്. അമ്മച്ചി എന്നെ കണ്ടപ്പോഴേ കൈ നോക്കി എന്തൊക്കെയോ പറയാമെന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. എന്നിട്ട് അമ്മച്ചി എന്റെ അടുത്ത് പറഞ്ഞത് പ്രധാനമായിട്ട് 2 കാര്യങ്ങൾ. അതിലൊന്ന് എന്നെ ആരൊക്കെയോ കണ്ണുവെക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് പറഞ്ഞത് എന്റെ കൈ ഓട്ട കൈ എന്ന്. അമ്മച്ചി ആ പറഞ്ഞത് സത്യമാണ്. കാരണം അല്ലായിരുന്നെങ്കിൽ അമ്മച്ചി തന്നെ എന്റെ 100 രൂപ മേടിച്ചുകൊണ്ട് പോയില്ല. ഇത് പറഞ്ഞാണ് നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് ചേട്ടനും സാറന്മാരും കൂടെ എന്നെ കളിയാക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ കന്യാകുമാരിയിൽ നിന്ന് വൈകുന്നേരം എടുത്ത വണ്ടി രാത്രി ഒരു 7 മണി ആയപ്പോഴാണ് വീണ്ടും മുട്ടിടിച്ചാൻ പള്ളി എത്താറായി. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച അതേ മുട്ടിടിച്ചാമ്പാറ പള്ളിയിൽ വെച്ചാണ് നമ്മൾ രാത്രിയും ഫുഡ് കഴിച്ചത്. നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമ്മളും പിള്ളേരെ കൂടെ നല്ല പോളിംഗ് നടത്തി. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ പിള്ളേർ വണ്ടിക്കകത്ത് കയറി മാസ്മരികമായിട്ടുള്ള ഡാൻസിന് ചുവടുവയ്പ് തുടങ്ങി. രാവിലെ ട്രിപ്പ് എടുത്ത സമയം മുതൽ ഡാൻസ് കളിക്കാൻ തുടങ്ങിയ പിള്ളേർ ട്രിപ്പ് കഴിഞ്ഞ് സ്കൂളിൽ എത്താറായിട്ടും ആ പിള്ളേരുടെ എനർജിക്ക് ഒരു കുറവില്ലായിരുന്നു. അങ്ങനെ പിള്ളേരെ ആർപ്പ് വിളിച്ച് ഉല്ലാസിച്ച് നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് ഇവിടെ അവസാനിക്കും. അങ്ങനെ നമ്മുടെ 2 വണ്ടികളും ഒരുമിച്ച് സ്കൂളിലെത്തിയപ്പോൾ രക്ഷകർത്താക്കൾ പിള്ളേരെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഷെഡിനടുത്ത് തന്നെയുള്ള സ്കൂളായതുകൊണ്ട് ഇതിൽ പല രക്ഷകർത്താക്കളും നമ്മൾ അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ മിക്ക പേരൻസ് നമ്മളെ അടുത്ത് ഒന്ന് പരിചയം പുതുക്കിയിട്ടാണ് തിരിച്ചു പോയത്. പാക്കേജിനെ കുറിച്ചും വണ്ടിയെ കുറിച്ചും നല്ല അഭിപ്രായം തന്നെ സാറുമാർ പറഞ്ഞപ്പോൾ വാടകയും വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ച് ഷെഡിലേക്ക് പോകും. ബാക്കി നാളെ